കോഴിക്കോട് നഗരത്തിൽ 19 പേരെ കടിച്ച തെരുവു നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ പിടികൂടിയ നായ കഴിഞ്ഞ ദിവസം ചത്തിരുന്നു. നിരവധി നായകളെയും ഈ നായ കടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ KV വിവരങ്ങൾ നൽകും. രാഹുൽ, ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയാണ്. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു, 19 പേരെ കടിച്ചിട്ടുണ്ട്, മറ്റു നായകളെയും ഈ നായ കടിച്ചിട്ടുണ്ട്. ഇനി എന്തെന്നുള്ളതാണ് മുൻപിൽ? പക്ഷേ തീർച്ചയായും കോഴിക്കോട് നഗരത്തിൽ നിന്നുള്ള ഈ വാർത്ത ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ചൊവ്വാഴ്ചയാണ് ഈ നായയുടെ ആക്രമണം ഉണ്ടായത്. നടക്കാവ് മുതൽ ഇങ്ങോട്ടേക്ക് നായ ഓടി നടന്ന ആളുകളെ കടിക്കുകയായിരുന്നു. ഇത് കറുത്ത നിറത്തിലുള്ള നായയായിരുന്നു. 4 വയസ്സുകാരിയാണ് ഈ നായ ആദ്യമേ കടിച്ചത്. പിന്നീട് വിദ്യാർത്ഥികളെ, സ്കൂൾ വിട്ടു പോകുന്നവരെയൊക്കെ കടിച്ചു, അങ്ങനെ മുതിർന്നവരെ കടിച്ചു. അങ്ങനെ 19 പേരെ നായ കടിച്ചു. ഇവരെല്ലാവരും ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് പല സമയങ്ങളിലായി ചികിത്സ തേടിയിരുന്നത്. കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തു. അന്ന് നായയെ പിടികൂടാൻ കോർപ്പറേഷൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം അശോകപുരത്ത് വെച്ചാണ് ഈ നായയെ കോർപ്പറേഷൻ പിടികൂടുന്നത്. പിന്നീട് അവരുടെ ABC സെന്ററിലേക്ക് കൊണ്ടുപോയി. പക്ഷെ പിറ്റേ ദിവസം ഈ നായ ചാവുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഇതിന്റെ സാമ്പിൾ കണ്ണൂരിലേക്ക് പരിശോധനയ്ക്ക് അയച്ചു. ഈ പരിശോധനയിലാണ് നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആശങ്കപ്പെടുന്ന മറ്റൊരു കാര്യം, ഈ നായ നഗരത്തിലുള്ള മറ്റു തെരുവ് നായകളെയും നിരവധി നായകളെയും കടിച്ചിട്ടുണ്ട് എന്നതാണ്. ഇപ്പോൾ ഇതിനകം 52 തെരുവ് നായകളെ ഈ കോർപ്പറേഷൻ കണ്ടെത്തി പിടികൂടി കുത്തിവെപ്പിന് വേണ്ടി ABC സെന്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നതാണ്. ഈ ആശങ്കപ്പെടുത്തുന്ന കാര്യത്തിനൊപ്പം തന്നെ പ്രതിരോധ നടപടികളും കോർപ്പറേഷൻ ബന്ധപ്പെട്ട വകുപ്പുകളും സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ നായ കറങ്ങിയ മേഖലയിലുള്ളവർ മറ്റു നായകൾക്ക് കടിയേറ്റിട്ടുണ്ടോ എന്ന സംശയത്തിലൊക്കെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ഇതിനകം പുറപ്പെടുവിക്കുകയും നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ KV ആണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു, മറ്റ് നായകളെയും കടിച്ചിട്ടുണ്ട്, 19 പേർക്ക് കടിയേൽക്കുകയും ചെയ്തിരിക്കുന്നു.